നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായി സ്വാഗതം. ഈ വർഷം ഉണ്ടല്ലോ, ഏപ്രിൽ അവസാനത്തോടെ ഗ്രഹചലനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജ്യോതിഷശാസ്ത്ര പ്രകാരം ഒരു ഗ്രഹം തന്റെ രാശി മാറുമ്പോൾ അതിന്റെ സ്വാധീനം എല്ലാ 12 രാശികളിലും പ്രകടമാക്കുന്നുണ്ട്. ഇത്തവണ ബുധന്റെ സ്ഥാനം മാറാനായിട്ട് ഒരുങ്ങിയാണ്. ബുദ്ധിശക്തി, ആശയവിനിമയം, ബിസിനസ് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഈ ഗ്രഹം ഉണ്ടല്ലോ, മേടരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിനോടൊപ്പം സൂര്യൻ ഇതിനകം തന്നെ മേടരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാല് ബുധനും സൂര്യനും തമ്മിൽ ഒരു സംയോഗമാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതിലൂടെ ശക്തമായ ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുകയാണ്. 12 രാശികളിലും ഈ മാറ്റങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഞാൻ പറയാൻ പോകുന്ന 3 രാശികൾ, അതായത് മേടം, മിഥുനം, അതുപോലെ തന്നെ മകരം, ഈ 3 രാശിക്കാർക്കാണ് ഇതിന്റെ ഭാഗ്യാനുഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഗുണാനുഭവ ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. നമുക്ക് വിശദമായിട്ട് ഓരോ രാശിയും പരിശോധിക്കാം. ആദ്യം മേടം രാശിയാണ്. ബുധൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയുണ്ടല്ലോ, ഈ രാശിക്കാർക്ക് മികച്ച സമയങ്ങൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കരിയറിലെ പുതിയ അവസരങ്ങൾ തുറന്നു വരികയും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുകയും ഈ കാലയളവിൽ നിങ്ങൾക്ക് സന്തോഷകരമായ നിരവധി വാർത്തകൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്കാണ് നിങ്ങൾക്ക് വഴിയൊരുക്കുക. ഈ ഗ്രഹസംയോഗത്തിന്റെ ഫലമായിട്ട് സാമ്പത്തിക നിലയിൽ വ്യക്തമായ പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം അനാവശ്യ ചെലവുകളൊക്കെ കുറയുകയും ധനകാര്യങ്ങളിൽ നിയന്ത്രണം മെച്ചപ്പെടുകയും അതിനാൽ തന്നെ നിങ്ങളുടെ ആശങ്കകളൊക്കെ മാറിയിട്ട് ഈ ഒരു അനുകൂല സമയത്തെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് വർഷത്തിലെ ഏറ്റവും അനുകൂല കാലഘട്ടം ആരംഭിക്കാനിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം മാർച്ച് അവസാനത്തോടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ക്രമേണ മാറുകയും കുടുങ്ങിക്കിടുന്ന പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉയരുകയും ചെയ്യും. കരിയറിൽ പുതിയ അവസരങ്ങൾ തുറന്നു വരികയും ജോലിയിൽ വ്യക്തമായ പുരോഗതിയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ വലിയൊരു സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ശക്തമായിട്ട് കാണുന്നുണ്ട്. കുടുംബ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലപരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനാൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നല്ല കാലഘട്ടം ആത്മവിശ്വാസത്തോടെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ബുധന്റെ സംക്രമണ കാലം ഉണ്ടല്ലോ, വളരെ അനുകൂലമായിരിക്കും. ഇതുവരെ മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾ തുടങ്ങും. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും നിയമകാര്യങ്ങളിലൊക്കെ ആശ്വാസകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലർക്ക് സ്വത്തിൽ നിന്ന് പങ്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ വീട് വാങ്ങുന്നതിനുള്ള അനുകൂല ഘട്ടമായിട്ട് കാണാം. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാവുകയും വലിയ സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യത ഉയർന്നു വരികയും ചെയ്യും. കൂടാതെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ ശക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിനാൽ ആശങ്കകൾ മാറ്റിവെച്ചിട്ട് ഈ നല്ല കാലഘട്ടം ആത്മവിശ്വാസത്തോടെ ആസ്വദിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. രാശിഫലം ഇഷ്ടമായെങ്കിൽ തുടർന്ന് കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.